2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള യാത്രയിൽ ഞാൻ കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയത് ഓർക്കുന്നു. അന്ന് അവിടേക്ക് സ്വാഗതം ചെയ്തത് ഞാൻ അങ്ങേലേക്ക് വരാം. ആയുധധാരികളായ കേന്ദ്ര സൈനികരാണ്. അന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സുരക്ഷ, അദ്ദേഹത്തിന് അന്ന് ഹെലികോപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. എന്തിന്? നിങ്ങളുടെ NDAക്ക് വേണ്ടി പ്രചാരണം നയിക്കാൻ. അദ്ദേഹം താരപ്രചാരകനായിരുന്നു. കേരളത്തിൽ താമര വിരിയിക്കാൻ ശേഷിയുള്ള ആളായി കരുതിയത് BDJS-ന്റെ പാട്രിയാർക്കായിട്ടുള്ള അദ്ദേഹം സംഘടനാ ഭാരവാഹി അല്ല എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്ന ആളാണ്. 10 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം പറയാണ് 3ാം തവണയും പിണറായി വിജയൻ വരുമെന്ന്. അദ്ദേഹം പിണറായി വിജയൻ വേണ്ടി മുഷ്ടിയൊക്കെ ചുരുട്ടിയാണ്. ഇതാ 3ാം പിണറായി സർക്കാർ, LDF ആണ് വരാൻ പോകുന്നത്, ഇവിടെ വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു ഭരണത്തിന് വേണ്ടി LDF വരണം എന്ന്. ഇപ്പോൾ 10 കൊല്ലം മുമ്പ് നിങ്ങൾ ആശ്രയവും അഭയവുമായി കണ്ട ആൾ ഇപ്പോൾ പിണറായി വിജയന്റെ പ്രചാരകനാവുമ്പോൾ എന്ത്? വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണോ കോൺഗ്രസിന്റെ പ്രതിനിധിയാണോ ശ്രദ്ധിച്ചില്ല. മുസ്ലിം ലീഗ് പ്രതിനിധി. അദ്ദേഹത്തിന്റെ എനിക്ക് മുമ്പ് സംസാരിച്ച ആരായിരുന്നു? ഷാഫി ചാലിയ, മുസ്ലിം ലീഗ് പ്രതിനിധി. ഓക്കെ, എനിക്ക് മുമ്പ് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള ഷാഫി ചാലിയും മാറാട് കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെ തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് കരുതുകയാണ്. അല്ലെങ്കിൽ മാറാട്ടിലെ ബലിദാനികളുടെ കുടുംബം എന്നോട് ക്ഷമിക്കില്ല. നോക്കൂ, UDF-ന് യാതൊരു പങ്കുമില്ലാത്ത കലാപമായിരുന്നു അത് എന്നല്ല ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള കലാപമായിരുന്നു എന്നാണ് തോമസ് P. ജോസഫിന്റെ നേതൃത്വത്തിലുള്ള എൻക്വയറി കമ്മീഷൻ കണ്ടെത്തിയത്. മുസ്ലിം ലീഗിന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ PP മൊയ്തീൻ കോയയും അതേപോലെ തന്നെ മായിൻ ഹാജിയും. മായിൻ ഹാജി ആ സമയത്ത് കോഴിക്കോട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ആളാണ്. IUML-ന്റെ ഉന്നതനായിട്ടുള്ള കോഴിക്കോട് ഭാഗത്തെ നേതാവാണ് ഈ PP മൊയ്തീൻ കോയ എന്ന് പറയുന്ന ആള്. ഈ 2 പേരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട്. FM എന്ന പേരിൽ, ഫിനാൻസ് മിനിസ്റ്റർ എന്ന പേരിൽ ഇവർക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിയിലെ ഉന്നതൻ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ്. 62 പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ള, മുസ്ലിം ലീഗ് പ്രവർത്തകരായിട്ടുള്ള 62 പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ള മുസ്ലിം ലീഗിനെ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് തോമസ് P. ജോസഫ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കലാപത്തിൽ UDF-ന് പങ്കില്ലെന്നൊന്നും ദയവായിട്ട് അങ്ങ് പറഞ്ഞു ഒഴിയരുത്. ആ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഓടി ഒളിച്ചിട്ട്, പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒളിച്ചിട്ടുള്ള പള്ളിയിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് മാറാട് എത്തിയിട്ടുള്ള അനുഭവമൊക്കെ മലയാളികൾ മറന്നിട്ടില്ല എന്നുള്ളതെങ്കിലും നിങ്ങൾ ഓർക്കണം. ശരി, ഇനി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരാം. നമുക്ക് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് വ്യക്തിപരമായി ഞാൻ യാതൊരു നിലയ്ക്കും യോജിക്കുന്നില്ല. ഇടതുപക്ഷത്തിന്റെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്നാൽ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന എന്തുകൊണ്ട് അദ്ദേഹം നടത്തുന്നു എന്നതിലേക്കും നമ്മൾ അന്വേഷണം പോകാതെ വെള്ളാപ്പള്ളി നടേശനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധനായി, ഒരു വർഗീയവാദിയായി ചാപ്പ കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ശൈലിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായ സംഘടനയുടെ നേതാവിന് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത്? പ്രത്യേകിച്ചും ഹിന്ദു സമുദായ സംഘടനകൾക്കെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ധാരാളം ഹിന്ദുവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോട് മാനസികമായി തന്നെ വലിയ വിപ്രതിപത്തിയും വലിയ എതിർപ്പും ഉള്ളവരാണ്. അത് NSS ആവട്ടെ, SNDP ആവട്ടെ, അവരുടെ പ്രവർത്തകരാവട്ടെ, സാധാരണ ഹൈന്ദവ സമൂഹമാവട്ടെ, ശബരിമലയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അതാണോ ആ സമുദായ സംഘടനകളുടെ നേതൃത്വം പ്രകടിപ്പിക്കുന്നത്? നോക്കൂ, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല, LDF-ന്റെ പ്രചാരകനെ പോലെ പ്രവർത്തിക്കുകയാണ്. നോക്കൂ, ശബരിമല ഒരു വൈകാരിക വിഷയമാണല്ലോ. ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ സമരം ആദ്യം ആരംഭിച്ചത് ആരാണ്? NSS ആണ്. NSS തുടങ്ങി, പിന്നെ അത് നാമജപ പ്രതിഷേധങ്ങളായി, പിന്നീടാണ് സംഘപരിവാർ സംഘടനകളൊക്കെ വരുന്നത്. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസും നിങ്ങളൊക്കെ സമരം ചെയ്യാണല്ലോ. NSS ഇറങ്ങിയിട്ടുണ്ടോ? നോക്കൂ, ഈ 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ SNDP-യുടെയും NSS-ന്റെയും ബ്ലാങ്ക് ചെക്കാണ് പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ ഇടപെടലിന്റെ ആവശ്യം വന്നത്. ഞാൻ അതുതന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത്രയും തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തോട് വിപ്രതിപത്തിയും വിയോജിപ്പുമുള്ള ഹിന്ദു സംഘടനകൾ പോലും എന്തുകൊണ്ട് ഈ അവസാന ലാപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമെന്ന് തോന്നുന്ന വണ്ണത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നു? ഇതിന്റെ കാരണമാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. അതിന് യഥാർത്ഥത്തിലുള്ള കാരണം ഇവിടെ UDF-ന്റെ ഭരണത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്കയാണ്. ഇവിടെ ജനവിരുദ്ധമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സർക്കാർ മാറിക്കഴിഞ്ഞാൽ പകരമായി വരാൻ പോകുന്നത് BJP ഭരണത്തിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രയാണ് 71 സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള അടുത്ത ബദൽ ആരാണെന്ന് ആലോചിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി UDF നേടിയിട്ടുള്ള മുന്നേറ്റം വെച്ച് നോക്കുന്ന സമയത്ത് പകരമായി വരുന്നത് UDF ആണെങ്കിൽ അത് അതിനേക്കാൾ വലിയ വിപത്താവുമോ എന്ന ആശങ്കയാണ് പലപ്പോഴും ഹിന്ദു സമുദായ സംഘടനകളെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള ആ ഭരണത്തിന് അതിന്
ബദലായിട്ട് ഒരു ജനക്ഷേമകരമായിട്ടുള്ള സദ്ഭരണത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ഭരണത്തെ അല്ല ഇവർ UDF ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. പകരം അവർ ഊന്നുന്നത് ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കിൽ ഊന്നിക്കൊണ്ടുള്ള തീവ്ര മുസ്ലിം വോട്ട് ബാങ്കിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബദലിനാണ് അവർ ഊന്നിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് സൃഷ്ടിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും SDPIയുടെ PFI എന്ന് പറയുന്ന നിരോധിതമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയുടെ രാഷ്ട്രീയ ആമായിട്ടുള്ള SDPIയുടെ, അതേപോലെ തന്നെ മൗദൂദിയുടെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം, ശരിയാ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന് പ്രഖ്യാപിക്കുന്ന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും അവരുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തവും നിർലജ്ജം സ്വീകരിച്ചുകൊണ്ട് അവരെ കൂടി മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന UDFന്റെ രാഷ്ട്രീയ ശൈലി കാണുന്ന സമയത്ത് ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ ഭരണമാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയാണ്. ഇത് ഞാൻ മുഴുവനാക്കട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ UDF തന്നെയാണ്. കാരണം ഈ പറയുന്ന ഇത്തരം തെറ്റായിട്ടുള്ള ടെൻഡൻസികളെ തിരുത്താനോ അതിനെ തള്ളി പറയാനോ തയ്യാറാവാതെ അതിന് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് നിർലജ്ജമായി സ്വീകരിക്കുന്ന സമീപനമാണ്. SDPനെ തള്ളി പറയാൻ ഈ പറയുന്ന ഞാൻ ആ പോയിന്റിലേക്ക്, അതായത് ന്യൂനപക്ഷ ഭരണം എന്ന ഭയത്താൽ ഹൈന്ദവ സാമുദായിക സംഘടനകൾ ഇടതുപക്ഷം ചേരുന്നു, ആ പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഞാൻ അടുത്ത പോയിന്റുകളിലേക്ക് വരാം. ശ്രീ ശങ്കുട്ടിദാസ്.